ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് വളരെ പോസിറ്റീവാണ്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചിപ്പ് സ്റ്റോക്കുകൾ, അതായത് ടെക്നോളജി സെമി കണ്ടക്ടർ സ്റ്റോക്കുകളാണ് ഏഷ്യയിൽ റാലി ചെയ്യുന്നത്. തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സലൻറ്റ് Q2 റവന്യൂ ആണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക്, S&P 500, ഡൗ ജോൺസ് എല്ലാം ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 നാസ്ഡാക്കും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മെറ്റാ പ്ലാറ്റ്ഫോം റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ടെസ്ല അടക്കം റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം നമ്മൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഒരു ഇൻക്രീസ്ഡ് ഫിഗറാണ്. ഇന്നലെ 12.85 ആണ്, മിനിഞ്ഞാന്നത് 12.51 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന ഒരു സ്ലൈറ്റ്ലി വളട്ടൈൽ സെഷനെയാണ്. എന്നിരുന്നാലും ഓവറോൾ ന്യൂസ് ഫ്ലോസ് അമേരിക്കയിൽ വരുന്ന പോസിറ്റീവാണ്. US ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, 2% വരെ ഇൻഫ്ലേഷൻ താഴ്ന്ന് കാത്തു നിൽക്കേണ്ടതില്ല, US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനുശേഷമാണ് മാർക്കറ്റുകൾ വലിയ രീതിയിൽ മുന്നേറിയിട്ടുള്ളത്. നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെയും ഇന്നും ജാപ്പനീസ് നിക്കായ് 225 അതുപോലെ തന്നെ ടോപ്പിസ് 2000 ഇൻഡെക്സൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ജപ്പാനിലും സെമി കണ്ടക്ടർ ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് റാലി ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ റെക്കോർഡ് ഹൈയിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നൊരു ബെറ്റർ ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി നമുക്ക് കാണാം. Q1 റിസൾട്ടുകൾ ഉണ്ടായിരിക്കുക. റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് ജൂലൈ 23 വരുന്ന യൂണിയൻ ബഡ്ജറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് $2,383 പെർ ഔൺസിനാണ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം കോപ്പർ, അലുമിനിയം, ബ്രന്റ് ക്രൂഡ് ഓയിൽ എല്ലാം ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നിന് US കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. നമ്മുടെ അവിടെയും നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ചൈനയിലൊക്കെ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ ഓവറോൾ എക്കണോമിക് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആണ് ഇനി വരാനുള്ളത്. ഒപ്പം Q1 റിസൾട്ടുകൾ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം ചൈനയിൽ റെഗുലേറ്റർ വീണ്ടും ഷോർട്ട് സെല്ലിംഗ് ടൈറ്റൻ ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് താഴെ വരാൻ കാരണം എക്സസീവ് ആയിട്ടുള്ള ഷോർട്ട് സെല്ലിംഗ് ആണെന്നാണ് ചൈനീസ് റെഗുലേറ്ററുടെ വാദം. അതുകൊണ്ട് തന്നെ വീണ്ടും ടൈറ്റനിയം മെഷേഴ്സ് ഉണ്ടാക്കിയേക്കാം. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഒരു പക്ഷേ പോസിറ്റീവായിട്ട് ചൈനയിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്ന് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മേജർ ന്യൂസ് വന്നിരിക്കുന്നത് യെസ് ബാങ്കിനാണ്. മൂഡീസ് അവരുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് അബുദാബി ബാങ്ക് 51% വരെ യെസ് ബാങ്കിൽ സ്റ്റേക്ക് ബൈ ചെയ്യാൻ തയ്യാറാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടിയാണ്. ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന SBIയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ യെസ് ബാങ്കും SBI എന്നൊരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. REC ലിമിറ്റഡ് 3100 കോടി രൂപയുടെ yen ഡിനോമിനേറ്റഡ് ഗ്രീൻ ലോൺ അക്വയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ്. വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലാണ് RECക്ക് ഈ ലോൺ കിട്ടുന്നത്. ഇതിനു മുമ്പും REC ഇത്തരത്തിൽ yen ഡിനോമിനേറ്റഡ് ലോണുകൾ അവൈൽ ചെയ്തിരുന്നു. RECനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഗ്രീൻ ലോണാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, ഗ്രീൻ എനർജി രംഗത്ത് വലിയ രീതിയിൽ ഫണ്ടിങ്ങിന് അലവ് ചെയ്യുന്ന ഒരു മൂവും കൂടിയാണിത്. പോസിറ്റീവ് ന്യൂസാണ്. റെയ്മണ്ടിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഇന്നാണ്. ഇന്ന് ആരുടെ പേരിലൊക്കെയാണ് റെയ്മണ്ട് ഉള്ളത് അവർക്ക് 80 ഷെയർ, 100 ഷെയറുള്ള ഷെയർ ഹോൾഡേഴ്സിന് 80 ഷെയർ റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ കിട്ടും. ഇതിന് ശേഷം അടുത്ത മാസങ്ങളിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ഡിമാർജറും കൂടി വരാൻ പോവുകയാണ്. സീമെൻസ് RVNLന് ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ phase 2 എന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. 2 കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സുലാ വൈൻയാർഡ് റെക്കോർഡ് Q1 റവന്യൂ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹണിവെൽ നമ്മുടെ ഒരു സ്ട്രോങ് പിക്കുകളൊന്നാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ രീതിയിൽ ന്യൂസ് ഫ്ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു ഗ്ലോബൽ അക്വിസിഷനും കൂടി ഇന്നലെ നടത്തിയിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഹണിവെലിനെ സംബന്ധിച്ച് ഇന്ത്യയിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസ്
ന്യൂസ് തന്നെയാണ്. ഷാൽബി ഹോസ്പിറ്റൽ രംഗത്ത് നല്ലൊരു ഹോസ്പിറ്റലാണ്, മുംബൈയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ആശാ പരേഖ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റൽ അവർ 30 വർഷത്തെ ലീസ് നേടിയിട്ടുണ്ട്. 175 ബെഡുകളാണുള്ളത്. തീർച്ചയായിട്ടും മുംബൈയിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്നലെ കണ്ട പോലെയുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് കാണാം. റെയിൽവേ റിലേറ്റഡ്, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ്, അതുപോലെ തന്നെ FMCG ഷെയർസ്, ഓപ്പൺ ഡിഫൻസ് ഷെയർസ്, ഇതൊക്കെ താഴെ വരുമ്പോൾ വീണ്ടും റിക്കവർ ചെയ്യാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ബഡ്ജറ്റിനെ കുറിച്ചുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് വളരെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിരിക്കും. ലോക്കൽ മാനുഫാക്ചറിങ്ങിനും സോഴ്സിങ്ങിനും ഊന്നൽ നൽകിയിട്ടുള്ള ബഡ്ജറ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് വെഹിക്കിളിന്മേൽ ഒരു പക്ഷേ 43% GST ഇപ്പോഴുള്ളത് താഴ്ത്താനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കഴിഞ്ഞ 2 വയസ്സായിട്ട് മുന്നേറുന്ന മാരുതി വീണ്ടും മുന്നേറാനുള്ള ചാൻസൊക്കെയാണ് കാണുന്നത്. ഇത്തരത്തിൽ പ്രൊവാക്റ്റീവായ ഡിസിഷൻ ആയിരിക്കാം ബഡ്ജറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് പോപ്പുലിസം ഉള്ളൊരു ബഡ്ജറ്റ് നമുക്ക് കാണാം. ഇന്ന് 13 അസംബ്ലി ഇലക്ഷൻ ബൈപോളിൻ്റെ റിസൾട്ടുകളൊക്കെ വരാനുണ്ട്. മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പോസിറ്റീവ് ബയാസാണ് ഇന്ന്. ഒപ്പം ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.